വെൽക്കം ടു ടേസ്റ്റി ബൗൾ. അത്തം തിരുവോണം സീരീസിൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സാമ്പാറാണ്. വറുത്തരച്ചാണ് നമ്മൾ ഈ സാമ്പാർ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലെറ്റ്സ് ചെക്ക് ഔട്ട് ടുഡേസ് റെസിപ്പി. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വറുത്തരച്ച സാമ്പാറാണ്. അതിനായി ഉരുളക്കിഴങ്ങ്, മത്തങ്ങ, സവാള, കുമ്പളങ്ങ, പടവലങ്ങ, ക്യാരറ്റ്, കായ എന്നിവ ആവശ്യത്തിന് വെള്ളം ചേർത്ത് മൂടി വെച്ച് വേവിക്കുക. പകുതി വെന്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പും മുരിങ്ങക്കായയും തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. അടുത്തതായി വറുത്തരച്ച സാമ്പാറിന് വേണ്ടിയുള്ള അരപ്പാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്യുക. ലൈറ്റ് ബ്രൗൺ നിറമായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 5 വറ്റൽമുളക് എന്നിവ ചേർത്ത് വീണ്ടും റോസ്റ്റ് ചെയ്യുക. ഇത് ഒരു ഡാർക്ക് ബ്രൗൺ നിറമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് തണുക്കാൻ വയ്ക്കുക. ഈ കൂട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സർ ഗ്രൈൻഡറിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. സാമ്പാറിനുള്ള കഷ്ണങ്ങൾ മുഴുവനായി വെന്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പരിപ്പ് വേവിച്ചത് ചേർക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ അരച്ചെടുത്ത തേങ്ങാക്കൂട്ട് കൂടി ഇതിലേക്ക് ചേർക്കുക. ഇതിലേക്ക് വെണ്ടയ്ക്കയും പുളിവെള്ളവും ചേർത്ത് യോജിപ്പിക്കുക. അവസാനമായി 1 ടേബിൾ സ്പൂൺ ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. സാമ്പാർ താളിക്കാനായി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, വറ്റൽമുളക് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് സാമ്പാറിലേക്ക് ചേർക്കുക. വളരെ സ്വാദിഷ്ടമായ വറുത്തരച്ച സാമ്പാർ തയ്യാറായിരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. See you tomorrow.